Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനിതേ ക്ലാസ്സിൽ കയറാൻ പോവാ. പിങ്കി ഇങ്ങനെ പെണങ്ങല്ലേ? രജിം, സത്യം പറയാലോ, എനിക്കിപ്പോ സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. നീ ഒന്ന് വെച്ചേ. പിങ്കി എന്താ പിങ്കി മങ്ങിയത്? ഓരോ തവണ പറയുമ്പോൾ ഓരോ എക്സ്ക്യൂസസ് ആ. അല്ല, ആരെയും വേണമെങ്കിൽ ചോദിക്കുക. നീ നാട്ടിലേക്ക് വന്നത് തന്നെ ഈ കോളേജിലേക്ക് മാറി ചേരാൻ വേണ്ടിയിട്ടല്ലേ? ആ അതെ, പിന്നെ എന്തിനാ ഇത്ര ലേറ്റ് ആക്കുന്നേ? അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എന്റെ ഫ്രണ്ട് അവള് പാവാ. അവള് ഇത്ര ദിവസം എന്റെ കൂടെ ഇരുന്ന് പഠിച്ചേ. പെട്ടെന്ന് ഞാൻ മാറാന്ന് പറയുമ്പോ എന്നാലേ മോന്റെ ഫ്രണ്ടിന്റെ കംഫർട്ട് സോൺ നോക്കിട്ടെ അവിടെ തന്നെ നിന്നോ. എന്നെ വിളിക്കണ്ട, ഞാൻ നോക്കുവാ. പിങ്കി പ്ലീസ്. സത്യം പറയല്ലേ ജിം, നിനക്ക് നിന്റെ ഫ്രണ്ടിനോടുള്ള കെയറിംഗ് പോലും എന്നോട് ഇല്ല എന്നുള്ളതാ സത്യം. അല്ലേലും എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതിയെന്നേ. എന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ കുറച്ച് കൂടുതലായോണ്ടായിരിക്കും. അല്ലേലും നിന്നെ പോലത്തെ ഒരാളൊക്കെ വന്ന് എന്നെ ഇഷ്ടപ്പെടാന്ന് പറയുന്നത് വലിയ കാര്യാ. അതിലും എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കണമെന്ന് ഞാൻ വാശി പിടിക്കണതൊന്നും ഒട്ടും ശരിയല്ല. പിങ്കി നീ എന്തൊക്കെയാ പറയുന്നേ? ശരിക്കും എനിക്കത് അറിയാം, ഞാൻ ബാക്കിയുള്ളവരെ പോലെ അത്ര പെർഫെക്റ്റ് അല്ല, ലുക്കും ഇല്ലാന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, എന്നെ ഇങ്ങനെയല്ലേ ദൈവം സൃഷ്ടിച്ചേക്കുന്നേ. അതെനിക്ക് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. മേ ബി ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ നീ കുറച്ചും കൂടെ ബെറ്റർ കെയറിംഗ് തന്നേനെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിങ്കി നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ? അങ്ങനൊന്നുമില്ല, അതൊക്കെ നിന്റെ തോന്നലാ. കുറെയൊക്കെ എന്റെ തോന്നലായിരിക്കാം, പക്ഷേ ആ തോന്നൽ തോന്നിപ്പിക്കുന്നത് തന്നെ നിന്റെ പ്രവൃത്തിയാ. എനിക്കും ഫ്രണ്ട്സ് ഉണ്ട്, അവരും കമ്മിറ്റഡാ. പക്ഷേ എന്നെ പോലെ എല്ലാരും എന്നെ പോലെ ആവാതിരിക്കട്ടെ. യുനോ, അവരൊക്കെ അവരെ ലൈനെ വിളിച്ച വെളിപ്പുറത്ത് വന്ന് നിൽക്കും. അവരൊരു വിളിക്കേറ്റ് അവര് കാത്തിരിക്കുക. ഇത് ഞാൻ നിന്നോട് ഗഞ്ചല്ലേ ഒന്ന് കാണാൻ പറഞ്ഞിട്ട്. പക്ഷേ ഒക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നതേ നേരിട്ട് കാണുമ്പോ നീ കംഫർട്ട് അല്ലെന്ന് തോന്നുന്നു. അയ്യോ പിങ്കി, അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്റെ സിറ്റുവേഷൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് മാത്രം. നിന്റെ സിറ്റുവേഷനെ പറ്റി നീ പറയുന്നില്ലേ? ഇത്രയ്ക്കും നിന്റെ മോമൻ ഡാഡ് പോലും നിന്റെ കൂടെ ഇല്ല. സാറ അവളെന്തായാലും 24 മണിക്കൂറും നിന്റെ പിന്നിലാന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവൾക്ക് അവളെ കാര്യം നോക്കാൻ തന്നെ നേരമില്ല. അപ്പോഴല്ലേ പിന്നെ കോളേജില് നിനക്ക് എന്തായാലും ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അതിനുശേഷം നീ ഫുള്ളും ഫ്രീയാ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഏത് നേരവും എന്റെ ചേട്ടന്റെ കൂടെ തന്നെയാ. ഒരേ കോളേജില് ഒരേ വീട്ടില് ട്യൂഷന് പോലും ഇവൻ കൊണ്ടുവിടുന്നത് അവൻ തന്നെയാ. എന്നിട്ട് പോലും ഞാൻ നിനക്കായിട്ട് ഒരു സ്പേസ് കണ്ടെത്തുന്നില്ലേ? നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരിത്തിരി നേരം പോലും മാറ്റി വെക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന എന്താ അർത്ഥമുള്ളേ? പിങ്കി നിനക്കിപ്പോ എന്താ, ഞാൻ കാണാൻ വരണം അത്രയല്ലേ ഉള്ളൂ. നാളെ തന്നെ ഞാൻ വരാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്നെ ആരും കാണാൻ വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നീ ഒന്ന് വെച്ചേ. പിങ്കി പിങ്കി ഷേടാ, What happened? അത് അവള് പിണങ്ങിപ്പോയി. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ജിം? ഈമാ എന്ത് ഈമാന്ന്? ഞാൻ ഉള്ളത് തന്നെ പറയണേ. അവളെ പോലത്തെ ഒരാളൊക്കെ നിന്നെ പോലത്തെ ഒരാളെ പോയി പ്രപ്പോസ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യാ. ഇതില് കാണാൻ വരുന്നില്ല, നേരെ ചെവ മിണ്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങി തന്ന കാര്യം. അവളെന്തോ വലിയ ഐശ്വര്യമാ അവളെ വിചാരം. ഈമാ സ്റ്റോപ്പ് ഇറ്റ്. ജിം, അവള് എനിക്ക് ഐശ്വര്യായി തന്നെയാ. നോക്ക്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇതന്നെ ആയിരിക്കണം. ഇനി മേലാല് അവളെ പറ്റിയിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ജിം ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഓവറാണെങ്കിൽ ഞാൻ സഹിച്ച്. എങ്ങനെയാണെങ്കിൽ വൈകാതെ ഞാൻ നിനക്ക് ശത്രു ആവല്ലോ. നോക്ക്, ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവൾ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെ നീയും. ചെറുപ്പം തൊട്ടേ നീ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സാ. പക്ഷെ അത് കരുതി എല്ലാത്തിനും ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ? ജിം, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അവള് എന്റെ ഫ്യൂച്ചർ വൈഫാ. അത് നീ മറക്കണ്ട. അതിന് ഞാൻ സമ്മതിച്ചാലല്ലേ? നോക്ക്, ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഈ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കാൻ പറ്റി എനിക്ക് നിങ്ങളെ പിരിക്കാനും പറ്റും. ഓക്കേ? നോക്ക്, നീ ഇന്ന് തന്നെ നിന്റെ മമ്മേനോട് പപ്പനോട് സംസാരിക്കേ. എന്തായാലും ഇനി എനിക്ക് അങ്ങോട്ട് മാറാണ്ടിരിക്കാൻ പറ്റത്തില്ല. നിന്റെ പേരും പറഞ്ഞിട്ട് എത്ര ദിവസം ഞാൻ അവളെ ഇട്ട് തല്ലുണ്ടാക്കണം എന്ന് അറിയത്തില്ല. അതുകൊണ്ട് നീ ഒന്ന് എത്രയും പെട്ടെന്ന് കോളേജ് മാറാൻ നോക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനെങ്കിലും ഓ, ഓക്കേ ഓക്കേ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നിനക്ക് എന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആൻഡ് എന്റെ കൂടെ തന്നെ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നല്ലേ? ഓ, ഇറ്റ്സ് മീൻ നിനക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നല്ലേ? സോ നീ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ നീ അവളുടെ അടുത്തേക്ക് പോയിക്കോ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ ഈമ, ഞാൻ അങ്ങനെയല്ല പറയാൻ വന്നേ. അത് പിന്നെ എത്ര ദിവസം വെച്ചാ നമ്മൾ ഇങ്ങനെ തന്നെ ഞാനേ ട്രാൻസ്ഫറിന് എഴുതി കൊടുത്ത് ഇങ്ങോട്ട് കിട്ടിയതടക്കം നീ അറിഞ്ഞതല്ലേ. ഇനിയും അവിടെ ജോയിൻ ചെയ്യാത്തത് എന്റെ തെറ്റല്ലേ? അപ്പൊ പിന്നെ അവൾ അങ്ങനെ തന്നെയല്ലേ പറയത്തുള്ളൂ. ഞാനിപ്പം ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ടേക്ക് പോവാത്തത് നിന്റെ ഒറ്റ കാരണാ. സോ നിനക്കും അങ്ങോട്ട് വരണമെന്നല്ലേ താല്പര്യം? നമുക്ക് രണ്ടിരിക്കും ആ കോളേജിൽ തന്നെ ചേരാന്നേ. അതാവുമ്പം ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. നിന്റെ മോമൻ ഡാഡിനെ ഒരു പേടി ഉണ്ടാവത്തില്ല. നീ എന്റെ കൂടെ ആയിരിക്കത്തില്ലേ? ഇതും നല്ല സൊല്യൂഷനാ. ഞാൻ എന്റെ ഡാഡിനോടും മമ്മിനോടും ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. ഓക്കെ. അങ്ങനെ ഒറ്റക്കൊന്നും ഞാൻ നിന്നെ വിടത്തില്ല ജിം. നീ അവിടെ പോകുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഇനിയും കാണും. എന്റെ ഗെയിമിനി കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ.
പിണക്കൊക്കെ മാറിയാ? അറിയോന്ന് ചോദിച്ചാ അതെ, അവർ നീട്ടൊന്നും വിളിക്കണ്ട. പിണക്കൊക്കെ മാറി, അത് അത്രേ ഉള്ളൂ. എന്നാൽ എന്റെ ഗൗതം, ഇത് ഞാൻ നിന്റെ അടുത്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എന്നാലും സാറിന്റെ മുന്നിൽ വെച്ച് നീ വേറെ ലെവൽ തന്നെ. പിന്നെ അല്ല, ചേട്ടനെ പറ്റി നീ എന്താ കരുതിയേ? ചേട്ടനോ? പൈങ്കിളി, പദംബ്രാ, ക്ഷമിക്കണം. നിങ്ങൾ സ്വർഗത്തിലെ കാട്ടും വായനെ. അയ്യോ, അങ്ങനൊന്നുമില്ല. ചുമ്മാ സംസാരിച്ചോണ്ട് നിക്കുവായിരുന്നു. അല്ല, ഉണ്ണിമോള് വന്നോ? പോവന്നല്ലേ? ഉണ്ണിമോളൊക്കെ വന്ന്. പക്ഷേ ഇന്ന് നമുക്ക് ഒരുമിച്ച് ബസ്സിൽ പോകാൻ പറ്റത്തില്ല. അതെന്താ? ഓ, ജിമിൻകിളി വരുന്നുണ്ടായിരിക്കും അല്ലേ? ആ, അതെടി, ജിമി വരുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. നീ ഗോതമ്പ് ബ്രോന്റെ കൂടെ പോ. ഉണ്ണിമോള് ഞാൻ ഋഷിന്റെ കൂടെ പറഞ്ഞേക്കാം. താമ്പരോ, കള്ളം പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കേട്ടോ. ഇപ്പൊ തന്നെ ഡ്രീമിംഗ് ഒക്കെ തുടങ്ങിയല്ലോ. അത് പിന്നെ പോടെ. എന്നാ നിങ്ങൾ ചെല്ലേ. അല്ല ചേച്ചി, ചേച്ചിനെ ഞാൻ ചേട്ടന്റെ കൂടെ പറഞ്ഞേച്ചോളാം. എന്റെ പൊന്നോ, എന്നാലും പൈങ്കിളിനെ പോലത്തെ പെങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയതേ ഞങ്ങള് ഭാഗ്യം ചെയ്തോണ്ടാ. എന്നാ നിങ്ങൾ ചെല്ലേ. ഓക്കേടി, ഞാൻ ട്യൂഷൻ സെന്ററിന്റെ അവിടെ വെയിറ്റ് ചെയ്യും. നേരെ അങ്ങോട്ട് വന്നേക്കണ്ടേ? ശരിടി. ഗൗതം, അവളെ മുഖത്ത് എന്തോ ഒരു സാഡ്നെസ് തോന്നുന്നില്ലേ? പൈങ്കിളിന്റെ മുഖത്തോ? ഹേയ്, എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ലല്ലോ. അവള് ചിരിച്ചോണ്ടല്ലേ സംസാരിച്ചേ? അല്ല, ചിരിച്ചോണ്ടാണെങ്കിലും അവളെ മുഖത്ത് എന്തോ ഒരു സങ്കടമുള്ള പോലെ. ഓ എന്റെ കാന്താരി, അത് നിന്റെ തോന്നലേക്കും. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. ഇല്ല ഗൗതം, അത് പിന്നെ ദേ നോക്ക്, അവള് ജിമിനെ കാണാൻ പോണ ഹാപ്പിനെസ്സിലാ. അല്ലാതെ എനിക്ക് വേറൊന്നും തോന്നില്ല. നീ ചുമ്മാ ഓരോ നാലേച്ച് തലപ്പുണ്ടാക്കാതെ വാ. ആയിരിക്കും അല്ലേ? അതെ കാന്താരി, നീ ചുമ്മാ കാട് കയറി ചിന്തിക്കാതെ വേറെ നോക്ക്. ഒരു തേങ്ങ വേണ്ട, നീ ഇപ്പൊ ഒന്ന് തന്നേ. തോ ജൂലി. ഞാൻ നോക്കാതെ തരത്തില്ല. മര്യാദ കൈ നോട്. ഒറ്റ മിനിറ്റ്, ഒരു വട്ടം കാണട്ടെ. ജൂലി പറയണ കേക്ക്. ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിച്ചാലൊന്നും ഞാൻ തരത്തില്ല, പറഞ്ഞേക്കാം. നല്ലോണം ചിരിച്ചിട്ട് ചോദിക്കേ. ജൂലി. അപ്പൊ ആലോചിക്കാം. ജൂലി മോളെ താടി. ഇനി മര്യാദയ്ക്ക് തന്നോ? എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്, പറഞ്ഞേക്കാം. ജൂലി. ഏട്ടാ, ഇത് ഗൗതമിന്റെ ബൈക്കല്ലേ? അതെ അനു. അപ്പൊ നമ്മളിവിടെ വന്നത് ഗൗതമിനെ കാണാനാ? അതെ അനു, നിന്റെ ഗൗതമിനെ കാണാൻ. ഏട്ടാ, ആർ യു ഹാപ്പി? ഒരുപാട് ഏട്ടാ. എന്നാലും ഈ ഒരു സർപ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എക്സ്പെക്ട് ചെയ്യാത്തത് സസ്പെൻഡ് ആയിട്ട് തരുന്നതല്ലേ ഈ ഏട്ടന്റെ ഒരു പോളിസി. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഗൗതം, നോക്ക്, നമ്മൾ അന്ന് കണ്ട സാറ്. അല്ല, ആളിയൻ എന്താ ഇവിടെ? കൂടെ തന്നെ അനു ഉണ്ടല്ലോ. അവളെപ്പോഴാ വന്നേ? ഓ ഓ ഓ, പ്ലാന് എ ഒത്തില്ലെന്ന് വിചാരിച്ച് പ്ലാന് ബിയിലോട്ടുള്ള മൂവിങ് ആയിരിക്കും. ഗൗതം, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരെ അവളെ തോളത്ത് കൈയിട്ട് നിൽക്കും. ഹായ് സർ. അല്ല, എന്താ സാറേ ഇവിടം വരെ? ഗൗതം, അല്ല ഗൗതം, ഇതാരാ? അത് സാറിന്റെ വൺ ആൻഡ് വൺലി സിസ്റ്ററാ. ഓ, അത് ശരി. അല്ല, ഇയാളും ഈ കോളേജിലാണോ പഠിക്കുന്നേ? മുൻപ് ഈ കോളേജില് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഒന്നല്ല പഠിക്കുന്നേ, ബാംഗ്ലൂരിലാ. ഓ, അത് ശരി. ഓണം ലീവ് ആയോണ്ട് വന്നതായിരിക്കും അല്ലേ? അല്ല, എന്തേ ഇങ്ങോട്ടേക്കൊക്കെ? ഗൗതം, ഇതാരാ? അപ്പോ ചേട്ടനൊന്നും പറഞ്ഞില്ലാനോ? ചേട്ടാ, നീ അതൊന്നും മൈൻഡ് ആക്കണ്ട. അവനെ പറ്റി നിനക്കറിയാലോ, ഞാനെല്ലാം പറഞ്ഞിട്ടല്ലേ കൂട്ടിക്കൊണ്ടെന്നേ. ഏട്ടാ, പക്ഷേ എന്റെ മുന്നിൽ തന്നെ അവളെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? അനു, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ.
ചേട്ടൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ. നിനക്ക് ചേട്ടന് വിശ്വാസമില്ലേ? പിന്നെ ഇല്ലാതെയാണോ ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ എല്ലാം കെട്ടിപ്പറക്കി ഇങ്ങോട്ട് പോന്നേ? അറിയാലോ. അപ്പൊ കുറച്ചേരം മിണ്ടാതിരിക്കേ. അവന്റെ പ്രഹസനമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. അതിനുശേഷം എന്തേലും വീട്ടിലോട്ടല്ലേ വരാ. അവിടെ വെച്ച് എന്താണെങ്കിലും സംസാരിക്കാം. മനസ്സിലായല്ലോ? ഏട്ടാ ആനോ, ചേട്ടനാ പറയണേ. കുറച്ചേരം സമാധാനപ്പെട്. അല്ല പേര് ആനോന്നാണോ? അനന്യ. എല്ലാരും ആനോന്ന് വിളിക്കും. സൗണ്ടിലൊക്കെ എന്നാ ഗൗരവാ. ട്രെയിനിങ് വേറെ ലെവൽ തന്നെ. എന്ത് ട്രെയിനിങ്? എന്തെങ്കിലും ട്രെയിനിങ്ങിന് പോകുന്നുണ്ടോ? ഹേയ്, അതല്ല കാന്താരി, സാറ് വലിയ പോലീസ് അല്ലേ. അപ്പൊ പിന്നെ പെങ്ങക്കും കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കത്തില്ലേ? അതാ പറഞ്ഞേ. ഓ അത് ശരി. ഗൗതം, ഞാനിപ്പോ വന്നത് വഴിയിൽ വെച്ച് എന്റെ വാന് അത് കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് എനിക്ക് ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയത്തില്ല. അർജന്റായിട്ട് ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി പുറത്ത് പോകാനുണ്ട്. അതാ, നിന്റെ കോളേജ് അടുത്താണല്ലോ, ആദ്യം ഇങ്ങോട്ടേക്ക് പോന്നേ. നീ എന്തായാലും പോവാൻ നേരത്ത് ഇവളൊന്ന് വീട്ടിൽ കൊണ്ടാക്കിക്കാണ്ടേ. ആഹാ, എന്തൊരു ടൈമിങ്. അതും എന്റെ കോളേജിന് അവിടെ തന്നെ വെച്ച് സാറിന്റെ വണ്ടി റിപ്പയർ ആയല്ലോ. നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി വേറെ ലെവല് അല്ല അളിയാ? അളിയനോ? അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ? ഗൗതം, അപ്പൊ ഈ പോലീസ് നിന്റെ അളിയനാണോ? അതെ, ചിന്നുന്റെ ഹസ്ബൻഡ് ഇതാ. ഈ പോലീസോ? എന്നിട്ട് നീ എന്തേ ഇതിനോട് മുന്നേ പറയാഞ്ഞേ? പറഞ്ഞ ഇതേപോലെ ഞെട്ടിത്തെറിച്ചങ്ങ് മാറി നിൽക്കാൻ ശ്രമിക്കത്തില്ലയോ? ഗൗതം, കൈയെടുക്ക്. അവരെന്താ വിചാരിക്കാ? എന്ത് വേണേലും വിചാരിച്ചോട്ടെ. ഗൗതം, എനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ നീ തന്നെ വാനൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അല്ലാതെ എനിക്ക് കള്ളം പറയേണ്ട എന്താ ആവശ്യം? ഇവളാണെങ്കിൽ വന്നു പോയി. വേറെ ആരെങ്കിലും പറഞ്ഞയക്കാന്ന് വെച്ചാ അതൊട്ടും സേഫ് അല്ലെന്ന് തോന്നി. അതാ, നീയൊന്ന് ഇവളെ വീട്ടിലേക്ക് കൊണ്ടാക്ക്. സൗകര്യമില്ല അളിയാ. ഗൗതം, ഐ മീൻ സമയമില്ലെന്ന്. അതായത് എന്റെ കാന്താരിനെ വീട്ടിൽ കറക്റ്റ് ടൈമിൽ എത്തിക്കണമെന്നേ. കാരണം അവക്ക് എക്സാം ഒക്കെയാണേ. അത് മാത്രല്ല ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടേ സോറി, എനിക്ക് ടൈമില്ല. അളിയൻ വലിയ DSP ഒക്കെ അല്ല അളിയാ. അപ്പൊ പിന്നെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? അളിയന്റെ അനിയത്തിയൊരു സിംഗപ്പെണ്ണാന്ന് എനിക്ക് അറിയണതല്ലേ. അതുകൊണ്ട് ഡോണ്ട് വറി, വല്ല ക്യാബ് ബുക്ക് ചെയ്തിട്ടെ പറഞ്ഞയച്ചാ മതി. സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കോളും. ഓക്കെ? ഗൗതം, അതെന്താ നീ കൊണ്ടാക്കിയാ മാത്രമേ അവിടെ വീട്ടിൽ പോകത്തുള്ളൂ? അയ്യോ, അത് പിന്നെ ആണെങ്കി ഗൗതം, ആനോ, നിനക്ക് നിന്റെ ചേട്ടനില്ലേ? അതുമാത്രല്ല ചേട്ടൻ വലിയ DSP അല്ലേ. അതുകൊണ്ട് തന്നെ വേണ്ട പോലെ പ്രൊട്ടക്ഷന് ഒരു ക്ഷാമം ഉണ്ടാകത്തില്ല. ഇവളെ എന്റെ പെണ്ണോ. അപ്പൊ പിന്നെ ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ. ഗൗതം, ഗൗതം തന്നെ, കാന്താരിന്റെ ഗൗതം. അപ്പൊ ശരി, എനിവേ നൈസ് ടു മീറ്റ് യു ട്ടോ. എന്തായാലും വീട്ടിൽ വെച്ച് കാണാം. പിന്നെ ഒന്ന് സൈഡിൽ നിന്നിരുന്നെങ്കിൽ ബൈക്ക്. എന്തായാലും വീട്ടിലേക്കല്ലേ വരാ, അവിടെ വെച്ച് ഞാൻ നോക്കിക്കോളാം. ആശോ, ബേബ് സോറി. അത് പിന്നെ ഇറ്റ്സ് ഓക്കേ ബേബി. ഇപ്പൊ എന്താ പറഞ്ഞേ? ഇറ്റ്സ് ഓക്കേ ന്ന്. അല്ലല്ലല്ല, അതിന് ശേഷം. ഇറ്റ്സ് ഓക്കേ ന്ന്. അല്ലല്ലല്ല, ഇറ്റ്സ് ഓക്കേക്ക് ശേഷം ഒന്ന് പറഞ്ഞില്ലേ? അത് ഇറ്റ്സ് ഓക്കേക്ക് ശേഷം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെന്നോ? അന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ. സോറി. ഇറ്റ്സ് ഓക്കേ ബേബി. ബേബി, ഗൗതം, പ്ലീസ് ഞാൻ പറയണ കേക്ക്. നീ അളിയന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്ക്. ഞാൻ ചേച്ചിന്റെ കൂടെ പോയിക്കോളാനേ. പാട്ടേ ത്യാഗി. ഗൗതം, നോക്ക്, നീ ഇങ്ങനെ ത്യാഗം ചെയ്തെന്ന് പറഞ്ഞേ നിനക്കാരും വലിയ അവാർഡൊന്നും എടുത്ത് തരാൻ പോണില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് വരാൻ നോക്ക്. ഗൗതം വേണ്ട ഗൗതം, അവരെന്താ വിചാരിക്കാ? ഞാൻ ബസ്സിൽ പോയിക്കോളാം. നീ അവരെയും കൊണ്ട് ചെല്ലേ. അവളെ കൊണ്ടവനെ അവളെ ചേട്ടനുണ്ട്. എന്റെ പെണ്ണിനെ കൊണ്ടുപോവാൻ ഞാനല്ലേ ഉള്ളൂ. ഓ അതൊന്നും വേണ്ട, ഞാൻ ബസ് കയറി പോയിക്കോളാം. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഉള്ളത്? മര്യാദയ്ക്ക് വരാൻ നോക്ക്. ഗൗതം, മനസ്സിലാവുന്നുണ്ട്, അവരൊക്കെ ഉള്ളതുകൊണ്ട് ഷൈ ആയതുകൊണ്ടായിരിക്കും. നിന്റെ ഷൈ അങ്ങനെ മാറ്റണമെന്നേ എനിക്കറിയാം. ഗൗതം, ഗൗതം. എങ്ങനെയുണ്ട്